അതെ, ഇന്നലത്തെ വീഡിയോ ആണ് ഇത്. ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ 8:30 ആയപ്പോൾ കാപ്പിയും കുടിച്ചുകൊണ്ട് നേരെ പോയത് ശ്രീധുവിൻ്റെ പല്ലെടുക്കാനാണ്. അവിടെ പീഡിയാട്രിക് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി ടോയ്സും പിന്നെ കളർഫുള്ളായിരുന്നു. അവിടെ ഒത്തിരി ആനിമൽസിൻ്റെ ഫോട്ടോസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവാനാണ്. അപ്പോൾ ശ്രീധുവിൻ്റെ പല്ലൊക്കെ എടുത്തിട്ട് നേരെ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് അത് കുടിച്ചിട്ട് വേദന തുടങ്ങിയിട്ടുണ്ട്. അതാണ് മിണ്ടാതെ മുഖം വാടിയിരിക്കുന്നത്. കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 ധാവണിയുടെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന കടയാണിത്. അവിടെ പോയി ഓണമായതുകൊണ്ട് ധാവണിയൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ മുണ്ട് സെറ്റ് സാരി ഒക്കെ ഒത്തിരി കളക്ഷനുള്ള കടയാണ്. വിലയും വളരെ കുഴപ്പമില്ലാത്ത ഒരു കടയാണ്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി ഇതൊക്കെ എടുത്തിട്ട് വീട്ടിലെത്തി. പിന്നെ ഐസ്ക്രീം കുറച്ച് ശ്രീധയെ കുടിച്ചിട്ട് കുറച്ച് അതിലുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിൽഖുഷ് വാങ്ങിച്ചു. അപ്പം ഞാൻ ചോറൊന്നും വെക്കാതെയാണ് പോയത്. അപ്പോൾ ശ്രീധുവിന് ഹോട്ടലിൽ ചോറ് മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രം പിന്നെ ഞാൻ മേടിച്ചില്ല. ശ്രീധുവിന് ഞാൻ ദിൽഖുഷ് കട്ട് ചെയ്ത് കൊടുത്ത് അവൻ അത് മതിയെന്ന് പറഞ്ഞു കഴിക്കുക, വേദന ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ദോശ ഇരുന്നേ രാവിലത്തേലും ഞാൻ കാപ്പി കുടിക്കാതെയാണ് പോയി. അപ്പോൾ ആ ദോശയും സാമ്പാറും കൂടെ ഞാൻ കഴിച്ചു ഉച്ചയ്ക്ക്. പിന്നെ ഞാൻ വാങ്ങിച്ച ധാവണിയുണ്ട്, നല്ല സൂപ്പർ ധാവണി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ധാവണി. ബ്ലൗസും ഷോളും പാവട സ്റ്റിച്ചഡ് ആണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ശ്രീധു ഇത്തിരി കഴിഞ്ഞപ്പോൾ അവന് ദോശ വേണമെന്ന് പറഞ്ഞു, വെച്ചക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പെയിൻ കില്ലർ കൊടുക്കാൻ നേരത്തെ ഞാൻ ദോശയും കൊടുത്തിട്ട് പെയിൻ കില്ലർ കൊടുത്തു. പിന്നെ ഇതാ ഇത് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നതേനെ അത് എടുത്ത് വെക്കണം. പിന്നെ ദേവ് ഇന്നലെ ഈ കത്രിക എടുത്തുകൊണ്ട് എന്താക്കണ്ട അവളെ മുടി വെട്ടിയിട്ടതാണ്, ഞാൻ കണ്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അവിടെ അത്രയും മുടി, ഇതാ ഈ മുടി വെട്ടി ജനലിൽ കൂടെ അങ്ങ് വെളിയിൽ കളഞ്ഞ് അവൾ ഇതോ കിടക്കണുണ്ടോ, ഒത്തിരി മുടി വെട്ടി കളഞ്ഞ്. അവൾ ഫാഷൻ വരുത്തിയതാണെന്ന്, ഹെയർ സ്റ്റൈൽ മാറ്റിയതാണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെയൊക്കെ അടിച്ചു വരാനുള്ളത്. പിന്നെ ഇതാ വാങ്ങിച്ചുകൊണ്ട് വന്ന് ധാവണി എനിക്ക് കൊടുക്കണമായിരുന്നേ. അപ്പോൾ ദേവുവിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു കടയിൽ കൊടുത്തിരുന്നാൽ മതി, ആ ചേച്ചി മേടിച്ചോളാമെന്ന് പറഞ്ഞ്. എൻ്റെ കസ്റ്റമറെല്ലാം എന്നോട് സഹകരിച്ച് പോകാറുണ്ട്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മുടെ ഋത്തപ്പൻ വന്നതാണ്. ഋതു എന്നോട് എൻ്റെ പരാതി പറയാൻ വന്നതാണ് ഓടി. അത് കഴിഞ്ഞിട്ട് ദേവുവിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴേ ദേവ് പിണങ്ങി വന്നു. അവളെ ബസ് വന്നപ്പോൾ ഞാൻ അപ്പോഴവിടെ എത്തിയില്ലെന്ന്, ഒരു 2 മിനിറ്റ് ഒന്ന് താമസിച്ചതിനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവുവിന് പഴം റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, അത് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടേക്ക് അടിച്ച് വാരാനുണ്ടായിരുന്നേ. അപ്പം നമ്മൾ അടിച്ച് വാരി ഒതുക്കിയിട്ടിട്ട് അപ്പോഴേക്ക് ശ്രീധുവും ദേവും കൂടെ മുറ്റത്തിറങ്ങിന്ന് കഴിക്കാൻ തുടങ്ങും. കാരണം കറണ്ട് ഇല്ലാത്തപ്പോൾ TV കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ പോയിരുന്നു. ശ്രീധു അവിടെ നിന്ന് കളിച്ച് ദേവ് അവിടെ ഇരുന്ന് പഴം കഴിച്ചു. അപ്പോഴേക്കും ഞാൻ അടിച്ച് വാരിയിട്ട് വന്ന് നമ്മുടെ തുണി കുറേ ഉണ്ടായിരുന്നു. ഇന്നലെ തുണി കഴുകിയില്ല, ഇന്നലെയും കഴുകിയില്ല. മെനങ്ങാന്ന് പിള്ളേരെ ഉച്ചയ്ക്ക് ശേഷം ഇട്ടുകൊണ്ട് വന്ന തുണികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി എടുത്തുകൊണ്ട് കഴുകാൻ പോയപ്പോൾ ദേവ് പറഞ്ഞു അവൾ വിളക്ക് തേച്ച് തരാൻ വെള്ളം കോരി കൊടുക്കുക. അപ്പം ഞാൻ വെള്ളം കോരി കൊടുത്തിട്ട് വീണ്ടും തുണി നനയ്ക്കാൻ പോയി. ഞാൻ എല്ലാ തുണിയും കഴുകിക്കൊണ്ടുവന്ന് ഇതുപോലെ തൂക്കിയെടുത്ത് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വെള്ളമൊക്കെ തോർന്ന് എനിക്കെടുത്ത് വിരിക്കാൻ കണക്കിലിരിക്കുക. പിന്നെ അവിടെ കുറേ കരിയില ഉണ്ടായിരുന്നു, അത് അത്രയും അടിച്ച് വാരാനാണ്. ഇന്നലെ മെനങ്ങാന്ന് പേര മുറിച്ചപ്പോഴേ. അപ്പം ഞാൻ